സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന നെഗറ്റീവ് കമന്റുകളെ കാര്യമാക്കാറില്ലെന്ന് നടി ഹണി റോസ്. സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് കവലകളിൽ കൂടിയിരുന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്ന ആളുകളുണ്ട്. അതിലൊന്നും നമുക്ക് ഒന്നും ചെയ്യാനാകില്ല. ഓരോ വ്യക്തികളുടെയും സ്വാതന്ത്ര്യവും ഇഷ്ടവും എന്ന രീതിയിലാണ് അതിനെ കാണുന്നത്. അതിനെ വലിയ വിഷയമാക്കി എടുക്കാനോ അതിൽ ശ്രദ്ധ ചെലുത്താനോ പോകാറില്ലെന്നും താരം വ്യക്തമാക്കുന്നു. കല്യാണം കഴിക്കുന്നതിനൊന്നും പ്രശ്നമില്ല, അതിന് തയ്യാറാണ്. പക്ഷെ നല്ലൊരാൾ വേണം. അങ്ങനെ ഒരാൾ വരിക എന്നുള്ളത് ചെറിയ കാര്യമല്ല. കല്യാണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അമ്മയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പപ്പ എല്ലാത്തിലും കൂളാണ്. ഇന്നത്തെ ജീവിതം അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകുകയെന്ന് ചിന്തിക്കുന്നവരാണ് ഞാനും പപ്പയും. അമ്മയാകട്ടെ ഇന്ന് കഷ്ടപ്പെട്ട് നാളെ എവിടെയോ ഉള്ള ഒരു നല്ല ജീവിതത്തിനായുള്ള കാത്തിരിപ്പാണ്. കുട്ടിക്കാലം മുതലേ വളരെ ശാന്ത സ്വഭാവക്കാരിയായിരുന്നു. ഒരു നാണക്കാരിയായിരുന്നു. ക്രിസ്മസ് ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ ഒരു ആൻറ്റിയുടെ വീട് ഭരണങ്ങാനത്താണ്. അവിടെ ക്രിസ്മസ് വലിയ ആഘോഷമാണ്. ഒത്തിരി ആളുകൾ ഉണ്ടാകും. കുട്ടിക്കാലത്തെ ക്രിസ്മസ് വൈബ് കിട്ടിയിരുന്നത് അവിടെ നിന്നായിരുന്നു. പൊതുവെ അച്ഛൻ്റെ സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത്. അമ്മ ഒച്ചപ്പാടും ബഹളവുമാണ്. വലുതായപ്പോൾ ലൊക്കേഷനിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വർക്ക് നടക്കുകയാണല്ലോ. എന്നാലും കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടാകാറുണ്ട്. എല്ലാ ക്രിസ്മസും സന്തോഷം നിറഞ്ഞതാണ്. ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുതിയ ഫ്ലാറ്റ് വാങ്ങിയെന്നാണ്. ക്രിസ്മസ് മിസ്സായാലും പെസഹ ചടങ്ങുകൾ വളരെ നല്ല രീതിയിൽ തന്നെ ആചരിക്കാറുണ്ടെന്നും ഹണി റോസ് പറയുന്നു. അതേസമയം മകൾക്കെതിരായി നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ യാഥാർത്ഥ്യം അറിയാതെയാണെന്നാണ് ഹണി റോസിന്റെ അമ്മ പറയുന്നത്. ചുമ്മാ എന്തെങ്കിലും എഴുതി വിടുകയാണ്. ഒരാളെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചെന്ന് അവരുടെ അമ്മയ്ക്കും അപ്പനും അറിയാം. ഇതൊന്നും അല്ലാത്ത വളരെ മോശം കമന്റുകൾ ഉണ്ടാകാറുണ്ട്. നമുക്ക് അവരുടെ അത്ര താഴ്ന്നു പറയാൻ സാധിക്കില്ലല്ലോ എന്നും അമ്മ പറയുന്നു. ഒരുപാട് ശത്രുക്കൾ അവിടുന്നും ഇവിടുന്നുമൊക്കെയായി വരും. നമ്മളുടെ അടുത്തേക്ക് ഉപദ്രവമായി വരുമ്പോൾ മാത്രമേ അതിന് ശ്രദ്ധ കൊടുക്കേണ്ടതുള്ളൂ എന്ന് പിതാവും പറയുന്നു. അല്ലാതെ എവിടുന്നേലും എന്തേലും ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ബഹളം വെക്കേണ്ട കാര്യമില്ല. അത് അതിൻ്റെ വഴിക്ക് പോകും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അറിയാവുന്നവർക്ക് നമ്മുടെ കാര്യം അറിയാം. അല്ലാത്തവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിലൊന്നും ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.